ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകാൻ സാധ്യതയേറുകയാണ്. പാകിസ്ഥാനിലെ ലാഹോറിലും കറാച്ചിയിലും സ്ഫോടനങ്ങൾ നടന്നതായി പാക് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ടും ചെയ്യുകയുണ്ടായി. കറാച്ചിയിലെ ഷറാഫി ഗോദിൽ സ്ഫോടനം നടന്നെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സ്ഫോടനങ്ങൾ ഡ്രോൺ ആക്രമണമായിരുന്നുവെന്ന് പാകിസ്ഥാൻ സൈന്യം അറിയിക്കുകയും ചെയ്തു. 12 ഇടത്ത് ഡ്രോൺ ആക്രമണം നടന്നുവെന്നാണ് പാക് സൈന്യം കൂടുതലും പറയുന്നത്. മാത്രമല്ല, ലാഹോർ ഡ്രോൺ ആക്രമണത്തിൽ 4 പാക് സൈനികർക്ക് പരിക്കേറ്റെന്നും പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടെ പാകിസ്ഥാനെ വിറപ്പിച്ച മിന്നൽ ആക്രമണം തുടക്കം മാത്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിപ്രായപ്പെട്ടു. നിയന്ത്രണ രേഖയിൽ പാക് വെടിവയ്പിൽ 13 പേർ കൊല്ലപ്പെട്ടതായും സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 9 തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പാക് ബന്ധം വളരെ സംഘർഷത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലാഹോറിൽ സ്ഫോടനം നടന്നതിന്റെ ദൃശ്യങ്ങൾ രാവിലെ 8:30-യോടെയാണ് പുറത്തു വന്നിരുന്നത്. വലിയ ശബ്ദം കേട്ടെന്നും 3 സ്ഥലങ്ങളിൽ പുക ഉയർന്നെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു. വോൾട്ടർ വിമാനത്താവളത്തിന് തൊട്ടടുത്തായിരുന്നു ഈ സ്ഫോടനം നടന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടെന്നാണ് പാക് മാധ്യമങ്ങൾ അവകാശപ്പെടുന്നതും. ഇന്നലെ രാത്രി ഇന്ത്യക്ക് നേരെ വ്യോമാക്രമണത്തിന് പാകിസ്ഥാൻ സേന നീക്കം നടത്തിയെന്നാണ് നിലനിൽക്കുന്ന സൂചനയും. പാക് വിമാനങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കി ഇന്ത്യൻ സേന എന്തിനും തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്തു. പാക് വിമാനങ്ങൾ പക്ഷേ അതിർത്തി കടന്നിരുന്നില്ല. ഒരു പാക് വിമാനം ഇന്ത്യ S-400 പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും സർക്കാർ അത് നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ത്യൻ ഭാഗത്ത് അമൃത്സറിനോടടുത്ത് മജീദയിലും രാത്രി നാട്ടുകാർ സ്ഫോടന ശബ്ദം കേട്ടിരുന്നു. മാത്രമല്ല, പഞ്ചാബ് അതിർത്തിയിൽ ഇന്നലെ രാത്രി വൈദ്യുതി വിച്ഛേദിച്ചതും വളരെയധികം ആശങ്കയ്ക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. മജീദയിൽ നിന്ന് ഡ്രോണിൻ്റേത് തോന്നുന്ന ചില ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇന്ത്യക്കും പാക് സംഘർഷം വലുതാക്കാനുള്ള സാധ്യത കൂടുന്നതാണ് ഈ നീക്കങ്ങളെല്ലാം തന്നെ. തുടർ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചന പ്രധാനമന്ത്രിയും നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ തുടക്കം മാത്രമാണെന്നും എന്തിനും സജ്ജരായിരിക്കാനും പ്രധാനമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ ഭീകര കേന്ദ്രങ്ങളുടെ പട്ടിക ഇന്ത്യയുടെ കയ്യിലുണ്ടെങ്കിലും തൽക്കാലം ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് വിദേശ രാജ്യങ്ങളെ കേന്ദ്ര സർക്കാർ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പക്ഷെ പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യ ശക്തമായി തന്നെയായിരിക്കും തിരിച്ചടിക്കുക. സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകുമെന്നാണ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്നതും. സേനകളിലെ ഉദ്യോഗസ്ഥരുടെ അവധികളടക്കം നിയന്ത്രിച്ച് എന്തിനും ഇന്ത്യ സജ്ജമായിരിക്കുകയാണിപ്പോൾ. ഇതിനിടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ദേവലും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയും പ്രതിരോധ മന്ത്രിയുമായി 1 മണിക്കൂർ കൂടിക്കാഴ്ചയും നടത്തുകയുണ്ടായി. നിയന്ത്രണ രേഖയിലെ വെടിവെപ്പിലും പാകിസ്ഥാന് ചുട്ട മറുപടി നൽകാനാണ് ഇന്ത്യയുടെ സുപ്രധാനമായിട്ടുള്ള നീക്കം എന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ മാത്രമല്ല, മറിച്ച് അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള സകല ലോകരാജ്യങ്ങളെയും അമ്പരപ്പിച്ച ഒരു ആക്രമണമായിരുന്നു പാകിസ്ഥാനിൽ ഇന്ത്യ പ്രധാനമായിട്ടും നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം ഉറപ്പായ കാര്യവുമായിരുന്നു. പക്ഷേ ഇത്ര കൃത്യതയോടെ പാകിസ്ഥാന്റെ സകല പ്രതിരോധ കോട്ടകളെയും തകർത്തുകൊണ്ട് മാരകമായ ആക്രമണം നടക്കുമെന്നും അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 9 ഭീകര കേന്ദ്രങ്ങളായിരുന്നു തകർത്തതെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 23 സ്ഥലങ്ങളിൽ ആക്രമണം നടന്നതായിട്ടാണ് പാക് സൈന്യം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പാക് സൈന്യത്തിന്റെ ഒരു യുദ്ധവിമാനവും ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ ആക്രമണത്തിൽ തകർന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ചൈനയും അമേരിക്കയും തുർക്കിയും നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യൻ ആകാശത്തു നിന്നും റാഫേൽ യുദ്ധവിമാനത്തിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകളെ തകർക്കാൻ കഴിയാതിരുന്നതും യഥാർത്ഥത്തിൽ ആയുധ വിപണിയെയും വളരെയധികം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഫ്രാൻസിന്റെ റാഫേൽ വിമാനത്തിന്റെ പ്രഹരശേഷി ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിനും ഇന്ത്യയോട് ഫ്രാൻസ് ഇനി എന്നും കടപ്പെട്ടിരിക്കുമെന്നും പറയാൻ കഴിയും. യുക്രൈൻ റഷ്യ ആക്രമണം പോലെയോ ഗാസയിലും യമനിലും ലെബനിലും ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണം പോലെയോ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ വിലയിരുത്താൻ കഴിയുകയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ആണവരാജ്യമായി പാകിസ്ഥാനിൽ കയറിക്കൊണ്ടാണ് മറ്റൊരു ആണവരാജ്യമായ ഇന്ത്യ പ്രഹരിച്ചത്. ലോകത്തെ മറ്റൊരിടത്തും ഒരു ആണവരാജ്യത്തെ മറ്റൊരു ആണവരാജ്യം സമീപകാലത്തൊന്നും തന്നെ ആക്രമിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. യുക്രൈനും ഇറാനും ഇസ്രയേലും ഒന്നും ആണവരാജ്യമല്ല എന്നതും ഈ ഘട്ടത്തിലേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യക്കെതിരെ ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രതിരോധിക്കണമെന്ന പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. പാക് മണ്ണിലാണ് ഇന്ത്യ അടിച്ചിരിക്കുന്നത്. ഇതൊരു അസാധാരണ സംഭവം കൂടിയാണ്. പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ സ്വപ്നത്തിൽ പോലും ഞെട്ടിയുണർത്തുന്ന ആക്രമണം കൂടിയായിരുന്നു ഇന്ത്യ കൂടുതലും നടത്തിയിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. അതിനാൽ ഓപ്പറേഷൻ സിന്ദൂറും ഈ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നതായിരിക്കും. കൂടാതെ കൊടും ഭീകരനായ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ 14 കുടുംബാംഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടതും. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ചാവേറുകളെ പുറത്തുവിട്ട മസൂദ് അസറിനെ ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, കണ്ണീരിന്റെ വില ഇപ്പോൾ മസൂദും അസറും അറിഞ്ഞിട്ടുമുണ്ട്.
ചുരുങ്ങിയത് 100 ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിലും എത്രയോ ഇരട്ടി പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത്. പ്രകോപനം തുടരുകയാണെങ്കിൽ ഇനിയും ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മെയ് 5 പുലർച്ചെ 1:05 മുതൽ 1:30 വരെ നീണ്ടുനിന്ന ശക്തമായ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നത്. പഹൽഗാമിൽ സിന്ദൂരം മായ്ക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് തീമഴയായി പാകിസ്ഥാനോട് ഇന്ത്യ പകരം വീട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചതും.